ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AKG വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കല്യാണങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരാഴ്ച. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീട്ടിലിരുന്ന് തന്നെ ഒരു ഫേഷ്യൽ ചെയ്താലോ എന്ന്. ബ്യൂട്ടി പാർലറിലൊക്കെ ഫേഷ്യൽ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈമും ആയിരിക്കും. നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് വീട്ടിലിരുന്ന് തന്നെ ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റും ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചാൽ. അപ്പോൾ ഒരുപാട് ഫേഷ്യൽ കിറ്റ്, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഫേഷ്യൽ കിറ്റുകളുണ്ട്. അപ്പം ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഞാൻ ഇതൊരു വട്ടം ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ആദ്യമായിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് അതാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിന് ആ ഒരു എഫക്റ്റ് കിട്ടും. ചെറിയൊരു എമൗണ്ടാണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് 2 പ്രാവശ്യം ചെയ്യാനായിട്ട് തന്നെ ഈ സാധനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഗുഡ് വൈബ്സിൻ്റെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. ഫസ്റ്റിൽ എടുത്തത് ഞാൻ ചെറിയൊരു എമൗണ്ടാണ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും എനിക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഗുഡ് വൈബ്സിൻ്റെ ഏത് ഫേഷ്യൽ കിറ്റാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഗോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിൽ പോയിട്ടായിരുന്നു ഗോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഫ്രൂട്ട് ഫേഷ്യലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് മുന്നേ കേട്ടോ, ഇപ്പോഴല്ല. എൻ്റെ കല്യാണ സമയത്താണ് ഞാൻ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മോനൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഗോൾഡ് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനൊരു ഗോൾഡ് ഫേഷ്യൽ കിറ്റ് വീട്ടിൽ വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചെയ്ത ഒരു ഫേഷ്യലാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട്, ഗുഡ് വൈബ്സിൻ്റെ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ച് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത്, ഏത് ഫേഷ്യൽ കിറ്റാണെങ്കിലും നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കല്യാണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ ഫേഷ്യൽ ചെയ്തിരിക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 3-4 ദിവസം മുമ്പേ ഫേഷ്യൽ ചെയ്തിരിക്കണം. ഞാനിത് പേർപ്പിളിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ പേർപ്പിളാണെങ്കിലും നൈക്കയിലാണെങ്കിലും പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നല്ല ഓഫറിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതിൽ 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസർ, പിന്നെ വന്നിട്ട് സ്ക്രബ്, തേർഡ് വൺ മസാജ് ക്രീം, ഫോർത്ത് വൺ ഫേസ് പാക്ക്. അങ്ങനെയാണ് കേട്ടോ. ഈ 4 സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടാറില്ല എന്ന് തന്നെയാണ് സത്യം. ലോങ് വീഡിയോ ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടാറില്ല. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ടിരിക്കുക. പിന്നെ മാത്രമല്ല, അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം അങ്ങ് പോവും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ പോകരുത്. എല്ലാവരും ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെയായാലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ ആരും തന്നെ അവരവരുടെ കമൻറ്റ്സ് അറിയിക്കാറില്ല. അങ്ങനെ ആവരുത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കുടനെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതാ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേഷ്യൽ കിറ്റ് വരുന്നത് ട്യൂബിലാണ് കേട്ടോ. ട്യൂബിലായതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. എനിക്ക് ഇങ്ങനെയുള്ള ട്യൂബിലുള്ള ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായത്. പിന്നെ മാത്രമല്ല, ഗുഡ് വൈബ്സിൻ്റെ എല്ലാ ഫേഷ്യൽ കിറ്റും തന്നെ ഇങ്ങനെ ട്യൂബിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. മാത്രമല്ല, ബാക്കിയുള്ളതുണ്ടെങ്കിൽ ഇതേപോലെ സൂക്ഷിച്ചു വെക്കാനും പറ്റും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു ഫേഷ്യൽ കിറ്റിൻ്റെ പെട്ടിയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് അവരെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി, എന്നിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിന്ന് കുറച്ച് എമൗണ്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സോഫ്റ്റ് മസാജിലൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക.
അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2-3 മിനിറ്റ് ഫേസിൽ വെക്കുക. എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതാ ഫേസ് കണ്ടില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഫേസ് ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ് സ്ക്രബ്. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറും നെക്ക് ഒരു കളറായിട്ട് മാറും കേട്ടോ. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനിതാ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് എമൗണ്ട് നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫേസിൽ സർക്കുലർ മോഷനിൽ സോഫ്റ്റ് മസാജിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ മൈലാഞ്ചി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് എനിക്ക് വേറെ ആരുമല്ല ഇട്ടുന്നത്, എൻ്റെ നൈബർ സനക്കുട്ടിയാണ്. പിന്നെ ഈ ഒരു സ്ക്രബ് നമ്മൾ സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ കണ്ടില്ലേ? ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും ഈ ഒരു സ്ക്രബിലൂടെ. മാത്രമല്ല അങ്ങനെ നമ്മുടെ ഫേസ് നല്ല ക്ലീനായിട്ടും ബ്രൈറ്റായിട്ടും വരും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് മസാജ് ക്രീമാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അറിയാത്തവർ ഈ ഒരു പെട്ടിയുടെ ബാക്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് വന്നിട്ട് 4th സ്റ്റെപ്പാണ്, 4ാമത്തെ സ്റ്റെപ്പാണ് മസാജ് ക്രീം. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കളയരുത്. ഈ ഒരു മസാജ് ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5-10 മിനിറ്റോളം ഫേസിൽ വെക്കുക. എന്നിട്ട് എക്സസ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണിയോ പാഡോ യൂസ് ചെയ്തിട്ട് തുടച്ച് കളയാണ് വേണ്ടത്, വാഷ് ഔട്ട് ചെയ്ത് കളയരുത്. അപ്പം ഞാനിതാ കുറച്ച് എമൗണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ മാത്രമല്ല, ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ മസാജ് ക്രീം ഇവിടെ കഴിഞ്ഞു. ഇതൊരു 10 മിനിറ്റോളം ഫേസിൽ വെക്കുക. അതല്ല അതൊരു 50 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ വേണം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ, അതായത് 4th സ്റ്റെപ്പായ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതാ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായി പോവുകയാണ്. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ 4th സ്റ്റെപ്പായ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അറിയാത്തവരും അതുപോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വേണം ചെയ്യാനായിട്ട്, ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് കുറച്ച് എമൗണ്ട് കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫേസിൽ എല്ലായിടത്തും നെക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനൽ സ്റ്റെപ്പായ ഫേസ് പാക്ക് 15-20 മിനിറ്റ് ഫേസിൽ വെക്കുക. എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഞാനിത് അരമണിക്കൂർ ഫേസിൽ വെച്ചതിന് ശേഷമാണ് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. പെട്ടെന്ന് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്ന് അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മങ്ങി മങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്.
അപ്പം ഞാനിതാ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടൈം കൂടിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരാനൊന്നുമില്ല. പിന്നെ എൻ്റെ ഫേസ് പാക്ക് ഡ്രൈ ആയി കിട്ടാനായിട്ട് 20 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അരമണിക്കൂറായത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക, എങ്കിലേ നമ്മുടെ ഫേസിന് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. എൻ്റേത് ഇങ്ങനെ കട്ടിക്കിടാൻ മാത്രം ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. സാദാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഒരു 15-20 മിനിറ്റ് വെച്ചിരിക്കേണ്ടത് കേട്ടോ. തുടക്കത്തിലുള്ള എൻ്റെ ഫേസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്. 10 മിനിറ്റിന് നേരം വൈകി പോയി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് സാധാ വെള്ളത്തിലത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗവും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിൻ്റെ ആ ഭാഗത്തുകൂടെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോവും. അപ്പം ചെറിയ രീതിയിലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ആ ഭാഗത്തൂടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാക്ക് ഇടുക എന്ന് പറയുന്നത് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കഴുത്തിൻ്റെ ആ ഭാഗത്തുകൂടെ കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പിക്കാണിത്. ഞാൻ മേക്കപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടി ഫേസ്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ട് ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.